കൊല്ലം അഞ്ചലിൽ അമ്മാവന്റെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ചത് ആന്തരിക അവയവങ്ങൾക്കുണ്ടായ മുറിവിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റ് മരിച്ച ഉമേഷിന്റെ അമ്മാവൻ ദിനകറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും. ദിനകറിന്റെ മക്കളെയും കേസിൽ പ്രതി ചേർക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം, അതാണ് പിന്നീട് മർദ്ദനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്? അതായത് രജിത്ത്, ഈ യുവാവിന്റെ ആന്തരിക അവയവങ്ങൾക്കേറ്റ ഗുരുതരമായ പരിക്കാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമെന്നാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 16-നാണ് ഇത്തരത്തിൽ ഈ യുവാവ് ഉമേഷൻ എന്ന് പറയുന്ന യുവാവ് അമ്മാവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. പിന്നാലെ ഇയാൾ മരണപ്പെടുകയായിരുന്നു. ഇതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാമെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ ഇയാളുടെ അമ്മാവനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ദിനകരനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ 2 മക്കളെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 പേർക്കെതിരെയും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഉടൻ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഒപ്പം തന്നെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുകയും പിന്നാലെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.